ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിലെ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. സോ ഈ ഒരു ചാപ്റ്ററിലെ കോണ്ടന്റ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ചാപ്റ്ററിലെ മറ്റൊരു സെക്ഷനായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. തംബ്നെയിൽ കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, നഗര സമൂഹം അഥവാ അർബൻ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മക്കളെ, ഏതെങ്കിലും ഒരു നഗരം എന്റെ കുഞ്ഞുങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ 6ാം ക്ലാസ്സുകാരിയായ ഷീന തന്റെ സുഹൃത്തായ അർച്ചനയ്ക്കൊരു കത്ത് എഴുതിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ആ കത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലായിരുന്നു അർച്ചന പറയുന്നുണ്ടായിരുന്നത്? ഷീന അർച്ചനോട് പറയുന്നുണ്ടായിരുന്നത് ഒരു നഗരത്തിന്റെ സവിശേഷതകളെല്ലാം കൃത്യമായിട്ട് ആ കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. നഗരം എന്ന് പറയുന്നത് അഥവാ അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നഗര സമൂഹം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അല്ലേ. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിൽ ഒരുപാട് ചിത്രങ്ങൾ കാണാം. ഇതൊക്കെ എന്താ? ഒരു നഗരത്തിന്റെ ചിത്രമാണ് കേട്ടോ. ഒന്നിലധികം നഗരങ്ങളുടെ ചിത്രമാണ്. എന്നാൽ നമുക്ക് നഗരങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് പഠിച്ചാലോ? റെഡിയല്ലേ? ആദ്യം തന്നെ നമുക്ക് നഗരത്തിനെ കുറിച്ച് പറയുമ്പോൾ സെന്റർ ഓഫ് ഡൈവേഴ്സിറ്റി അഥവാ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് നമ്മുടെ നഗരങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ കാണാൻ സാധിക്കും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അവർ ധരിക്കുന്നുണ്ടാവുക. ഒരാളുടെ ഫുഡ് ഹാബിറ്റ്, ഒരാളുടെ ഭക്ഷണ രീതിയല്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയിലുള്ള ഭക്ഷണ ശൈലികളല്ലേ ഉണ്ടാവുക. അതേപോലെ തന്നെ ലാൻഡ് ഓഫ് ഡിഫറെന്റ് ഒക്യുപ്പേഷൻ എന്ന് പറയാം. അതായത് നമ്മുടെ പലവിധ തൊഴിലുകളുടെ ദേശമാണ്. ഇവിടെ പല ജോലികൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാല്ലേ. കൂലിപ്പണിക്കാരൻ മുതൽ വീട് ഉണ്ടാക്കുന്ന വ്യക്തി മുതൽ അതിനെ എഞ്ചിനീയേഴ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കില്ലേ. അപ്പൊ പല ജോലികളും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പൊ അവരുടെ ജോലി ബേസ് ചെയ്തിട്ട് ഒരു സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് തന്നെ, സാമൂഹിക സാമ്പത്തികപരമായിട്ടുള്ള ഒരു വിഭാഗം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള. അതേപോലെ തന്നെ ഡിഫറെന്റ് ഒക്യുപ്പേഷൻ ഗേവ് ബർത്ത് ടു ഡിഫറെന്റ് ലേബർ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും ഓരോ ലേബർ ഓർഗനൈസേഷൻസും ഫോം ചെയ്തിട്ടുണ്ടാകും. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഓർഗനൈസേഷൻസും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഫോം ചെയ്തിട്ടുണ്ടാകും. തൊഴിൽ സംഘടനകൾ എന്താണ് രൂപം കൊള്ളുന്നുണ്ട് നമ്മുടെ സിറ്റീസിലെ. ഇനി പറയുന്നത് എന്താ? സെന്റർ ഓഫ് ലാർജ് ബിൽഡിംഗ്. എന്റെ മക്കള് നേരത്തെ ഒരുപാട് ചിത്രങ്ങൾ കണ്ട് അതിൽ കണ്ടില്ലേ, വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ. വലിയ വലിയ ഫ്ലാറ്റ് നമുക്ക് കാണാൻ പറ്റും നഗരങ്ങളില്. അതേപോലെ തന്നെ മോൾസ്, സൂപ്പർ മാർക്കറ്റ്സ്, വലിയ വലിയ ബംഗ്ലാവ്സ്, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ നഗരങ്ങളിൽ കാണാൻ സാധിക്കില്ലേ. ഇനി അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്തോ അഥവാ നാഗരിക ജീവിത രീതികളിലേക്ക് വരുന്ന സമയത്തോ ഫാഷനുകൾ, പല രീതിയിലുള്ള ഫാഷൻസ് ആയിരിക്കും. നമ്മള് കയ്യിലിടുന്ന വളകളായാലും നമ്മുടെ മാലകളായാലും ഇനി നടക്കുന്ന രീതികളായാലും ഡ്രസ്സിങ് സ്റ്റൈലായാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരു മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ജീവിത രീതികളുള്ള ആളുകളുണ്ടാവും. അതേപോലെ പിന്നെ പറയാൻ പറ്റുന്നത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. വളരെയധികം ജനസാന്ദ്രത ഉള്ള പ്രദേശമായിരിക്കും നമ്മുടെ അർബൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ നഗര സമൂഹം എന്ന് പറയുന്നത്. അതേ കണക്ക് എന്തുണ്ടായിരിക്കും? സ്ലമ്മുകളും അഥവാ നമ്മുടെ ചേരി പ്രദേശങ്ങളും നമുക്ക് എവിടെ കാണാൻ സാധിക്കും എന്നാ പറയുന്നത്? ഈ നഗരങ്ങളിൽ കാണാൻ സാധിക്കും കേട്ടോ. ഈ നഗരങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നഗരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മള് ബ്രെഡിന്റെ കൂടെ കഴിക്കുന്ന ജാമല്ല, ട്രാഫിക് ജാം. നമുക്ക് വണ്ടിയൊന്നും പോകാൻ പറ്റാണ്ട് മണിക്കൂറുകളോളം നഗരങ്ങളിൽ, സിറ്റികളിൽ നമ്മൾ പെട്ട് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലേ. വേസ്റ്റ് കുന്നുകൂടി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കുടിവെള്ളമൊക്കെ പ്യുവർ അല്ലാത്ത കുടിവെള്ളങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പല ആളുകൾക്കും ലഭിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് കുറച്ച് മാർഗങ്ങൾ നിർദ്ദേശിച്ചാലോ? ചിട്ടയോടുള്ള ആസൂത്രണം, സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലൂടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇനി വീടുകളും ബിൽഡിങ്ങുകളും നമ്മൾ പറഞ്ഞു പടുകൂറ്റൻ ബിൽഡിങ്, ബംഗ്ലാവ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആവാം. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കാം. പാർപ്പിട നയം, അതായത് നമ്മൾ ഹൗസ് പോളിസി മാറ്റാം.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ വയൽ നികത്തിയിട്ട് വീടുണ്ടാക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക. കാരണം മണ്ണിന് താങ്ങാൻ പറ്റില്ല, കാരണം വയൽ പ്രദേശമല്ലത്. അതേപോലെ തന്നെ ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി. നമുക്ക് എന്താ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താം. അതായത് ഇപ്പം ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് റോഡിന് കുറച്ച് വികസനവും കാര്യങ്ങളും, റോഡിന് വീതി കൂട്ടുക, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുഗമമാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യം ഏർപ്പാടാക്കി തന്നാൽ നമ്മുടെ നഗരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കില്ലേ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് കൃത്യമായിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇന്ന് രാത്രി, അതായത് 12-ാം തീയതി രാത്രി കൃത്യം 7 o'clock തന്നെ ഈ ചാപ്റ്ററിന്റെ ലൈവ് സെഷനായിട്ട് മിസ് വരുന്നുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ലൈവിൽ കൃത്യസമയത്ത് പങ്കെടുക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് ആ ചാപ്റ്റർ പഠിക്കട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കോണ്ടന്റിൽ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.